A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക് പ്രവൃത്തി ഉദ്ഘാടനം നടത്തി. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വലിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഡിസംബറിൽ പൂർത്തീകരിക്കും. പുതിയ OP ബ്ലോക്കിന് 89.64 ലക്ഷം രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് NHM ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുക എന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ ഇന്ന് പുതിയ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 2016-25 കാലയളവിൽ നിലമ്പൂർ ആശുപത്രിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ സാധ്യമാക്കിയിട്ടുള്ളത്. നേത്രവിഭാഗം തിയേറ്ററിലേക്കുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ച് തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചു. എക്സൈസ് വകുപ്പിനോട് ചേർന്നുകൊണ്ട് വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മെഡിക്കൽ ലാബ് നമ്മൾ നവീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചു. ആദ്യം 7 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. പിന്നെ 25 ഡയാലിസിസ് ചെയറുകൾ സ്ഥാപിച്ചു, ഇലക്ട്രോണിക് ചെയറുകൾ. അതുകൂടാതെ നമുക്ക് ജനറേറ്റർ, അനുബന്ധ സൗകര്യങ്ങൾ, 5 വെന്റിലേറ്ററുകൾ, 2 പോർട്ടബിൾ വെന്റിലേറ്ററുകൾ, ICU, ആംബുലൻസ്, ഒരു BLS ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇതൊക്കെ ലഭ്യമാക്കി. ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. 16 കോടി രൂപ ഉപയോഗിച്ച് പുതിയ മാതൃ ശിശു ബ്ലോക്കിൻ്റെ നിർമ്മാണം നമ്മൾ പുനരാരംഭിച്ചു. 2016 നിർമ്മാണം ആരംഭിച്ചതെങ്കിലും ഇതിൻ്റെ നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. DSR റേറ്റിലൊക്കെ വ്യത്യാസമുണ്ടായി. അധികമായിട്ട് ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ അധിക ഫണ്ട് കൂടി കണ്ടെത്തിക്കൊണ്ട് 16 കോടി രൂപ അനുവദിച്ച് വളരെ വേഗം ആ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ കൂടി ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ, സാധാരണക്കാരായ 10,000-കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഈ ബ്ലോക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അടുത്തിടെയും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ഡിസംബറോടുകൂടി നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ IPB വാർഡ് കെട്ടിടം പണിതു. അതോടൊപ്പം തന്നെ പുതിയ OP ബ്ലോക്ക് നിർമ്മാണം അതാണ് ഇന്ന് സാധ്യമാകുന്നത്. മറ്റ് ഹൈമാസ് ലൈറ്റൊക്കെ ഉൾപ്പെടെയുള്ളവ, 2 നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ വാർഡുകൾ, 1 നെഗറ്റീവ് പ്രഷർ പോസ്റ്റ് നേറ്റൽ വാർഡ്, ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചു. ബഹുജന പങ്കാളിത്തത്തോടെ മറ്റ് ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നടപടികളുണ്ടായി. പോലീസ് എയ്ഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവ, കൂട്ടിരിപ്പുകാരുടെ വിശ്രമ കേന്ദ്രമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ജില്ലാതല നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഹബ്ബ് ലാബിനായി 1,50,00,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. 2015 ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ നിയമനങ്ങൾ ഒന്നും തന്നെ വരാതിരുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പുതിയ തസ്തികകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടതെന്നും ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ഇപ്പോൾ വീണ്ടും 16 കോടി എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അത് വർക്ക് വീണ്ടും ആരംഭിച്ചു. പക്ഷെ വർക്ക് വളരെ സ്ലോ ആണെന്നാണ് എനിക്ക് റിപ്പോർട്ടുകളൊക്കെ. അതൊന്ന് DPM ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കത് DPM തന്നെ ഞാൻ ചോദിച്ചപ്പോഴും നമുക്കത് ഈ ഡിസംബറിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഡിസംബർ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ച് അവർ വിളിച്ചിരുത്തി ഒരു കൃത്യമായ നമ്മുടെ ഒരു മോണിറ്ററിംഗ് കൂടി അതിലുണ്ടായാൽ മാത്രമേ അത് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂ. ഉദ്ഘാടനം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഉദ്ഘാടനം നീ പിന്നെ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല, സൗകര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക, അത്രമാത്രം. ഇവിടെ എപ്പോഴും പറയുന്നത് കണക്കിൽ 153 ബെഡ്, ആളുകൾ 350. ഗൈനക്കോളജി വാർഡിൽ ഒരു ബെഡിൽ ഒരു സ്ത്രീ അങ്ങോട്ട് തല വെച്ചെടുത്തു, ഒരു സ്ത്രീ വീണ്ടും ഗർഭിണി കിടക്കുന്നു എന്നൊക്കെയാണ് പലരും എന്നോട് പറയും. എനിക്കറിയില്ല, ഞാൻ കുറച്ച് എന്തായാലും ഇത്തരം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത്, NHMൽ നിന്ന് ലഭിക്കേണ്ടത്, ജില്ലാ പഞ്ചായത്ത് പിന്നെ മുഴുവൻ ഇവിടെ തന്നെയുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊറാണ റോയ്, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ,
NHM DPO ഡോക്ടർ TN അനൂപ്, സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ഡോക്ടർ KK പ്രവീണ, ജില്ലാ ആശുപത്രി ജീവനക്കാർ, HMC അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.